മലയാളികളുടെ ഗൃഹാതുര സ്മരണയിൽ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒരു പിടി അമൂല്യ വസ്തുക്കളിൽ ഒന്നാണ് റേഡിയോ. മലയാളികളെ ഉറക്കമുണർത്തിയ കാലം വിദൂരമല്ല. ഇന്ന് ലോക റേഡിയോ ദിനം. ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം. റേഡിയോ ദിനത്തിൻ്റെ സവിശേഷതകളും അവയുടെ വിശദാംശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. റേഡിയോ ദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങളുടെ കടന്നുവരവിനിടയിൽ റേഡിയോ പുതുതലമുറയ്ക്ക് അന്യമാകുന്നുണ്ടെങ്കിലും റേഡിയോയിലെ വാർത്തകളും പാട്ടുകളും കേൾക്കുന്നത് വലിയൊരു വിഭാഗത്തിൻ്റെ ദിനചര്യയാണ് ഇന്നും. ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമായി ആചരിക്കുന്നത്. 1946 ഫെബ്രുവരി 13 ഐക്യരാഷ്ട്രസഭ റേഡിയോ സംപ്രേക്ഷണം ആരംഭിച്ചതിൻ്റെ ആദരസൂചകമായിട്ടാണിത്. 2013 നടന്ന യുനെസ്കോയുടെ സമ്മേളനത്തിലാണ് ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. 2011 തീരുമാനിച്ച പ്രകാരം 2012 ഫെബ്രുവരി 13 മുതൽ യുനെസ്കോ ലോക റേഡിയോ ദിനം ആചരിച്ചു തുടങ്ങി. UN അംഗങ്ങളായ എല്ലാ രാജ്യങ്ങളും ഈ ദിവസം റേഡിയോ ദിനമായി ആചരിക്കുവാൻ നിർദ്ദേശം വരികയുണ്ടായി. 1946 ഫെബ്രുവരി 13 ഐക്യരാഷ്ട്രസഭ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതിൻ്റെ ആദരസൂചകമായിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ സന്ദേശങ്ങൾ കൈമാറാനും ലോകത്തിലുള്ള ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുവാനുമുള്ള ഏറ്റവും വില കുറഞ്ഞ ഒരു ഉപകരണമായിരുന്നു റേഡിയോ. 1927 ജൂലൈ 23 ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണം തുടങ്ങി. 1923 തന്നെ പ്രക്ഷേപണം ആരംഭിച്ച റേഡിയോ ക്ലബ്ബുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 1923 പ്രക്ഷേപണം ആരംഭിച്ച റേഡിയോ ക്ലബ്ബുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 1936 ജൂൺ 8 ഓൾ ഇന്ത്യ റേഡിയോ പ്രവർത്തനം ആരംഭിച്ചു. 1956 മുതൽ ഇത് ആകാശവാണി എന്നറിയപ്പെടുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റേഡിയോ നെറ്റ്വർക്കാണ് ആകാശവാണിയുടേത്. ടെലിവിഷൻ വന്നതോടെ റേഡിയോ ശ്രോതാക്കളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നു. 1923 ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയത്. അന്നേ വരെ ഇന്ത്യൻ ജനതയ്ക്ക് പരിചിതമല്ലാതിരുന്ന ശ്രവ്യമാധ്യമത്തിൻ്റെ പുതിയ അനുഭവം ആളുകളിലേക്ക് എത്തിച്ചത് റേഡിയോ ക്ലബ് ഓഫ് ബോംബെ എന്നൊരു കൂട്ടായ്മയാണ്. പിന്നീട് 1927 ജൂലൈ 23 ഇത് പുനർനാമകരണം ചെയ്ത് ഓൾ ഇന്ത്യ റേഡിയോ എന്നാക്കി മാറ്റി. 1957 ഔദ്യോഗിക നാമം ആകാശവാണി എന്നാക്കി. ആദ്യകാലത്ത് വൻ പ്രചാരത്തിലുണ്ടായിരുന്നത് ക്രിസ്റ്റൽ റേഡിയോ ആയിരുന്നു. അത് പ്രവർത്തിപ്പിക്കാൻ വൈദ്യുതിയോ ബാറ്ററിയോ വേണ്ടിയിരുന്നില്ല. പിന്നീടാണ് ട്രാൻസിസ്റ്റർ റേഡിയോകൾ വന്നത്. വ്യക്തികൾക്ക് സ്വന്തമായി റേഡിയോ പ്രക്ഷേപണം നടത്താനുള്ള അമേച്ചർ റേഡിയോ എന്നറിയപ്പെടുന്ന ഹാം റേഡിയോയും പിന്നീട് വന്നു. നാടിൻ്റെ സാംസ്കാരിക പുരോഗതിയിൽ ചരിത്രത്തിന് ശാസ്ത്രം നൽകിയ വലിയ സംഭാവനയായിരുന്നു റേഡിയോയുടെ കണ്ടുപിടുത്തം. റേഡിയോയുടെ പിതാവായി അറിയപ്പെടുന്നത് മാർക്കോണിയാണ്. എന്നാൽ 1920 ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ അംബ്രോസ് ഫ്ലൈമിംഗ്
താപ അയോണിക വാൽവ് കണ്ടുപിടിച്ചതോടെ പ്രഭാഷണങ്ങൾ വ്യക്തമായി പ്രക്ഷേപണം ചെയ്യാൻ സാധിച്ചു. ഇതോടെ ഒരു വിജ്ഞാന ഉപാധിയായി റേഡിയോയ്ക്ക് വളരാൻ സാധിച്ചു. ആധുനിക സാങ്കേതിക വിദ്യകൾക്ക് ലോകം വഴിമാറിയപ്പോൾ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പെരുകിയെങ്കിലും ഇന്നും റേഡിയോയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നിരവധി മലയാളികളുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.